ജീവിച്ചിരിക്കാൻ എന്നോ ചെയ്യണം. ജീവിച്ചിരിക്കാൻ വേണ്ടി ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങളാ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ കാണുന്നില്ലയോ, അറിയുന്നില്ലയോ? ഇല്ലേ? കുറച്ച് നാളോടെ ജീവിച്ചിരിക്കാൻ മധുരം ഉപയോഗിക്കാത്ത ആൾക്കാർ ഉണ്ട്. ചായ എടുക്കണ വിത്തൗട്ട് എന്ന് പറയുമ്പോൾ ഓർക്കണം, കറിയാച്ചന് കുറച്ച് നാളൂടെ ജീവിച്ചിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. വെളുപ്പിന് 5 മണിയാകുമ്പം മാപ്പിളയും പെമ്പളയും കൂടി ഇങ്ങനെ പോകുന്ന കാണാം. തള്ള ഒരു സ്ക്രാഫും ഒക്കെ കെട്ടി, അച്ചായനൊരു നിക്കറൊക്കെ കെട്ടി, ഒരു കുറുവടിയായിട്ട് പുറകെ പട്ടിയത്തല്ല. അങ്ങനെ പോകുമ്പോൾ രണ്ടുപേർക്കും ജീവിച്ചിരിക്കാൻ വേണ്ടിയാ. ഇല്ലേ? മിണ്ടുകയല്ല. ജീവിച്ചിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാ കാണിക്കും. ഞാൻ വിവരിക്കുന്നില്ല, ഒത്തിരി ഉണ്ടല്ല, ഒന്നും വിവരിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാ, ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം. അത് കമ്പിവാചകം പോലെന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് രാത്രി അങ്ങ് കേട്ട് പിരിയാം. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. ചില ജീവിച്ചിരിക്കാൻ, കൊച്ചു ആമ്പിള്ളേരൊക്കെ കുറച്ച് ആളുകളൊക്കെ ജീവിച്ചിരിക്കാൻ വെളുപ്പിനെ പോയി തിണ്ണ എന്ന് വെച്ചാൽ രാവിലെ ജീവിച്ചിരിക്കാൻ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളു, ജീവിച്ചിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നേ. സ്തോത്രം. എന്നാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. നമുക്ക് കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. ഈ 11-ാം അധ്യായത്തിലെ വിഷയം നിങ്ങൾക്കറിയാം. ബഥാനിയിലെ ഭവനമാണ്. യേശുവിന് പ്രിയനായ ലാസർ മരിച്ചു. ഈ വീട് കർത്താവിന് ഇഷ്ടമുള്ളൊരു വീടാ. വീട്ടിൽപ്പെട്ടവരെ യേശുവിന് ഇഷ്ടമാണ്. യേശു സാധാരണ യെരുശലേമിൽ വരുന്ന സമയത്ത് ഈ വീട്ടിലാ പാർക്കുന്നത്. സ്തോത്രം. ആ വീട്ടിലാ യേശു പാർക്കുന്നത്. അവിടെ ഒരു സഹോദരൻ ലാസർ, പെങ്ങന്മാർ 2 ആരൊക്കെയാ? മാർത്തയും മറിയയും. പിന്നെ ഇവരുടെ അപ്പനെ പറ്റി ചില ആൾക്കാർ പറയുന്നത് കുഷ്ഠരോഗിയായ ശിമോനായിരുന്നെന്ന. ഇവരുടെ അപ്പൻ കുഷ്ഠരോഗിയായ ശിമോനായിരുന്നെന്നാ ചിലര് പറയുന്നത്. ഇപ്പൊ തർക്കമൊന്നും വേണ്ട, എന്തായാലും നല്ലൊരു വീടാ. പുള്ളിയുടെ കുഷ്ഠമൊക്കെ മാറിയതാ. എന്നാൽ ഇപ്പോഴും പേര് കിടക്കുന്നത് അറിയാൻ വേണ്ടി കുഷ്ഠരോഗിയായ ശിമോൻ. നല്ലൊരു ഭവനമാണ്. യേശു ഈ വീട്ടിൽ അനേക പ്രാവശ്യം വന്ന് പാർക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. വീട്ടുകാർക്ക് ഒരു മടുപ്പുമില്ല. യേശുവിനെ നന്നായിട്ട് ശുശ്രൂഷിക്കും. മാർത്താമ്മയാണെങ്കിൽ അടുക്കളയിൽ നിറങ്ങാൻ നേരെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇല്ലേ? അയ്യോ, അതല്ലയോ മെയിൻ ശുശ്രൂഷ. അതിനെന്തേലും അപാകത പറ്റിയാൽ ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ ഇവിടെ? മനസ്സിലായില്ല? കാപ്പിപ്പൊടിക്ക് പകരം തള്ളയെടുത്ത് ബിമ്മ് കലക്കാതിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? അപ്പൊ അതല്ലേ മെയിൻ ശുശ്രൂഷ. ഭക്ഷണം ഉണ്ടാക്കുന്നൊരു വലിയ ശുശ്രൂഷയാ. ചില പെണ്ണുങ്ങൾ അങ്ങ് അടുക്കള കിടന്ന് പിരാഗയോ, ഞാൻ ഈ വീട്ടിൽ വന്ന് എനിക്ക് അടുക്കള നിറങ്ങ്. ഭർത്താവിനും മക്കൾക്കും വീട്ടിൽ വരുന്നവർക്കും മാതാപിതാക്കൾക്കും വീട്ടിൽപ്പെട്ടവർക്കും വീടിന്റെ സാഹചര്യം അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നതും അവര് ഭക്ഷിക്കുന്നതും അതൊരു വലിയ ശുശ്രൂഷയാണ്. അല്ലാതെ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാതെ രാവിലെ ഒരു ബാഗും തൂക്കി ഇന്നവിടെ പോകുന്ന മോളി ശുശ്രൂഷയുണ്ട്. ഭർത്താവിനൊരു കട്ടൻ കാപ്പി പോലും ഇട്ട് കൊടുത്തിട്ടില്ല. അവൻ രാവിലെ നിറന്ന് കട്ടൻ കുടിക്കാതിരിക്കുക. മോളി ഒരു കട്ടൻ ഇട്ടേച്ച് പോയി, പിന്നെ കുട്ടൻ തന്നെ എടുത്ത് കുടിക്കുക. എനിക്ക് ശുശ്രൂഷയുണ്ട്. ഇന്നെവിടാണ് ശുശ്രൂഷ? ഇന്ന് എന്നെ അമ്പൂരിയിലൊരു ശുശ്രൂഷയ്ക്ക്, അമ്പൂരി ഇവിടെ ഒരു സ്ഥലമല്ലേ, പിന്നെ നിങ്ങൾ അറിയാത്ത ഭാവത്തിരുന്നത്. എനിക്ക് സ്ഥലം അറിയാൻ മേലെന്നൊന്നും കരുതരുത്. എന്നെ കേൾക്കുന്ന മാന്യ മാതാക്കളോടും സഹോദരിമാരോടും പറയാം, നിന്റെ വീട്ടിലെ അടുക്കളയിൽ അല്ലെ ഫെയ്ത്തോമിലെ അടുക്കളയിൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഉള്ള സാഹചര്യം അനുസരിച്ച്, ചിലപ്പോൾ ഒരു തോരനായിരിക്കും, ഒരു മീൻ കൂട്ടാനായിരിക്കും മതി, അല്ലെ അല്പ ചോറ് മതി ഉള്ളത്. അത് നന്നായിട്ടുണ്ടാക്കി നിങ്ങളുടെ ഭർത്താവിനും മക്കൾക്കും വീട്ടിൽപ്പെട്ടവർക്കും അതിഥികളുണ്ടെങ്കിൽ അവർക്കുമൊക്കെ കൊടുത്ത് അവരത് ഭക്ഷിക്കുന്നതും തൃപ്തിപ്പെടുന്നതും ഒരു വലിയ ശുശ്രൂഷയാണ്. അല്ല, ചില പെണ്ണുങ്ങൾ വരച്ചേക്കുന്നത് 7 പോയിന്റുമായിട്ട് സ്റ്റേജിൽ കയറി ശക്തിയോടെ ഒരിക്കൽ കൂടെ 100. അതും ശുശ്രൂഷയാ. അതിലും വലിയ ശുശ്രൂഷയാ അടുക്കളയിൽ പെരുമാറുന്നത്. പിന്നെ അതുകൊണ്ട് അടുക്കളയിൽ കയറി പ്രാകുകയോ ഒന്നും ചെയ്യരുത്.
ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ തലേ ഈ പ്രാഗെന്ന കാരണം ഇതിന് ടേസ്റ്റും ഇല്ലെന്ന്. പ്രാഗിയും ആവശ്യമില്ലാത്ത തിന്നാൻ തന്നിരിക്കുക, കറിക്കരിക്കുക, കയ്യും മുറിഞ്ഞ് ഗുണവും വരികയല്ല. മീൻ വെട്ടി തേച്ച് കഴുകി അത് കൂട്ടാൻ വെക്കുമ്പോൾ ഇരിക്കുക, മീൻ മാത്രമേ കയറ്റുള്ളൂ. ഓരോന്ന് പറയുന്നതാ. അന്നേരം അതിന് പുളിയും കൂടി അടിയിലും പിടിച്ചു. കണ്ടോ, നീ ഇപ്പം രാഗി അലക്കുകയും ചെയ്യുന്നതാ ഇത് ഗുണമാകാതെ വരുന്നത്. എന്നാ മറുവശം നീ സ്തോത്രം പറഞ്ഞൊന്ന് ചെയ്തേ. സ്വോത്രം 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 സ്വോത്രം. അതിന് ടേസ്റ്റും കൂടും, കടിക്കുന്നവനും ഗുണമാകും, നിനക്കും ഗുണമാകും, നിന്റെ സന്തതിക്കും ഗുണം വരും. സ്തോത്രം ഒരു ശുശ്രൂഷയാണ്. അപ്പൊ യേശുക്രിസ്തു ഈ നിങ്ങൾ വെക്ക അടുക്കള പടത്തം പഠിക്കണേ. കൂട്ടാനൊക്കെ വെക്കാൻ അറിയാവോ? അറിയാം, പഠിച്ചോണം കേട്ടോ. ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ അറിയാം, മെഴുക്ക് വരട്ടി, സാമ്പാർ വെക്കാൻ. ഇനിയും പഠിച്ചോണമില്ല. പിന്നെ കർത്താവ് വരാൻ താമസിച്ചാൽ ദൈവം നിങ്ങൾക്ക് ആയുസ് ആരോഗ്യം തന്നാൽ നിങ്ങളെയൊക്കെ വിവാഹം കഴിച്ച് ഒരു കുടുംബത്തിൽ പോകേണ്ടതാ. കുടുംബം നിങ്ങൾ നടത്തിക്കൊണ്ട് പോകേണ്ടതാ. നാളെ ഞാൻ പറഞ്ഞ പൊരുത്തി പറഞ്ഞ് ഞാൻ മടത്തി പോകുമെന്ന്. അങ്ങോട്ടല്ല, അവിടെ ഒന്നാമത്തെ കല്യാണം കഴിക്കാതെ ഇരിക്കുക പലതും. നിന്നെ അച്ഛനകത്തിട്ട് വാർക്കും. നിങ്ങളൊക്കെ അവിടെ ചെന്നാൽ ജോലിയൊന്നും ചെയ്യേണ്ടതാ. നല്ല ജയിലായി, അല്ല ശരിയാക്കും നിന്നെ. ഒരു ശുശ്രൂഷയായിരുന്നു. അപ്പൊ യേശുക്രിസ്തു ഈ വീട്ടിൽ വന്ന് അനേക പ്രാവശ്യങ്ങൾ പാർത്ത് കർത്താവിനെയും മാർത്തയും മറിയും ഈ സഹോദരിമാർ നന്നായിട്ട് ശുശ്രൂഷിച്ചു. ഇയോടെ യേശു തന്നെയാണോ ചെല്ലുന്നത്? 12 എണ്ണം നല്ല കലാപുലി പോലുള്ള 12. അതുങ്ങളന്ന് നല്ല പോളിങ്ങോ ഉപവസിക്കുമ്പം ജീരവെള്ളമൊക്കെ കുടിച്ചിരുന്നാൽ ഇത് കഴിയുമ്പം 12 എണ്ണം നല്ല പോളിങ്ങാന്ന്. 10-15 പൊറോട്ട ഒക്കെ ഒറ്റ ഇരിപ്പിൽ. അന്ന് പൊറോട്ട ഉണ്ടാകുമെന്ന് അറിയത്തില്ല, അല്ലെ യവത്തപ്പം ആയിക്കോട്ടെ, എന്തേലും ആയിക്കോട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവരെ എല്ലാം ഈ വീട്ടുകാർ ശുശ്രൂഷിക്കുകയാണ്. കർത്താവിന് ഈ വീട്ടിലെ ലാസറിനോട് വലിയ പ്രിയവുമാണ്. ലാസറിനെ പറ്റി ആദ്യ ഭാഗം പഠിക്കുമ്പോൾ പുള്ളി യോഗത്തിനൊന്നും അങ്ങനെ ഇരിക്കുന്ന ആളല്ല. മറിയ തന്നെ യേശുവിന്റെ മാനപടത്തിൽ ഇരിക്കും, മാർത്ത അടുക്കളയിൽ പെരുമാറുന്നു. ലാസർ യോഗത്തിനൊന്നും ഇരിക്കുകയല്ല. യോഗത്തിന് ഇരിക്കുകയല്ലേ യേശുവിന് ഇവനോട് പ്രിയമാണ്. ഇവനെപ്പറ്റി ചരിത്രം പറയുന്നത്, ഈ ന്യായപ്രമാണം പകർത്തി എഴുതുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു ലാസറിന്. തിരുവെടുത്ത് തോൾ ചുരുളിലല്ലേ പണ്ട്, അതിങ്ങനെ പകർത്തി എഴുതും പള്ളിക്ക് വേണ്ടി. അപ്പൊ അതിൽ നിന്ന് തുച്ഛമായ വരുമാനം കിട്ടും. പള്ളിക്കായതുകൊണ്ട് അധികം കാശ് കൊടുക്കുകയില്ല. പാസ്റ്റർമാരും അങ്ങനെ പ്രാർത്ഥിക്കാൻ കുട്ടി പോയച്ചു വന്നാട്ടെ. അപ്പം പള്ളിക്കല്ലേ, അപ്പൊ ഇത് എഴുതുന്നതിൻ്റെ ഒരു തുച്ഛമായ ആ വരുമാനം ലാസർ ഈ സഹോദരിമാരുടെ കയ്യിൽ കൊടുക്കുവന്ന. അത് സഹോദരിമാരെ ആക്കി അടിച്ച് യേശുവും ശിഷ്യന്മാരും കൂടെ വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കും. അപ്പം ലാസർ യോഗത്തിന് ഇരിക്കുന്നില്ലെങ്കിൽ യേശുവിന് വലിയ പ്രിയമാണ്. നമുക്ക് യോഗത്തിന് വരുന്നവരോട് മാത്രമേ പ്രിയമുള്ളൂ. എന്നാൽ യേശുവിന് അങ്ങനല്ല. അവൻ യോഗത്തിന് ഇരിക്കുന്നില്ലെങ്കിൽ യേശുവിന് പ്രിയമാണ്. അപ്പൊ കർത്താവും ചിന്തിച്ചു, ഇവനെ യോഗത്തിനൊന്ന് ഇരുത്തണമല്ലോ. ഇവനിങ്ങനെ കാശ് മാത്രം തന്നേച്ച് പോയാ പരിപാടി നല്ല കാശ് ആവശ്യമാണ്, പക്ഷെ അത് മാത്രം ഇവനെ പന്തിക്കൊന്ന് ഇരുത്തണം. അങ്ങനെ ഇരിക്കുമ്പോൾ ലാസറിന് ദീനം കഠിനപ്പെട്ടു. യേശുവിനെ അറിയിച്ചു, പോയില്ല. നിങ്ങൾക്ക് ആ ഭാഗം അറിയാൻ വിവരിക്കണ്ട. ദീനം അങ്ങ് മൂർച്ഛിച്ചു, യേശു പോയില്ല. ഒടുവിൽ ലാസർ മരിച്ചു, എന്നിട്ടും പോയില്ല. അനുശോചനം പറയാൻ പോലും യേശുവും പോയില്ല. എന്നാൽ ഇവരിൽ ഒരുത്തനെ വിടണ്ടേ? തോമാച്ചനവിടെ നമ്മുടെ ശുശ്രൂഷ ഇപ്പം ക്രൂസൈഡ് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് വരാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് പറഞ്ഞ് 2 വാക്ക് എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ പെമ്പിള്ളയുടെയും, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെയും, ഡിസ്ട്രിക്റ്റിൻ്റെയും, സോണലിൻ്റെ, ഏരിയ, നിന്റെ കുന്തം ചുമ്മാ നിന്നങ്ങ് വീരസ്യം അടിക്കുക. അപ്പം ആൾക്കാർ ഓർത്തണം ഈ പുള്ളിക്ക് ഇതുപോലെ ചുമതലക്കാരൻ അതറിയിക്കാനല്ലാതെ ഡെഡ് ബോഡിയോടൊന്നും ആദരവ് ഉണ്ടായിട്ടല്ല. യേശു അതിനും വിട്ടില്ല ആളിനെ. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നമുക്ക് ബഥാനിയോളം വന്ന്. അന്നേരം തോമാ പറഞ്ഞ് പോയി ചായ ചത്തേക്കാന്ന് പറഞ്ഞു. ആ കൊച്ചൻ കാശൊക്കെ കൊടുത്ത് അവര് നമ്മൾ എത്ര പ്രാവശ്യം പോയി ചാപ്പാട് കഴിച്ചതാ, വീട്ടിൽ വിശ്രമിച്ചതാ. എന്നാ ചെറുക്കൻ ദീനമാന്ന് കണ്ടപ്പോൾ ഒന്ന് പോയി പ്രാർത്ഥിക്കണ്ടേ? പോയില്ല. മൂർച്ഛിച്ചപ്പം ഇങ്ങേർക്കൊക്കുകയില്ല, ഞങ്ങളെ വിടണ്ടേ? പോയില്ല. എന്നാൽ ചത്തപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാളവിടെ നിന്ന് അതിനും പോയില്ല. എന്നിട്ട് ഇപ്പം അങ്ങോട്ട് പോവുക ലാസറിന്റെ വീട്ടിൽ. സൂചയകൂന്ന് നമ്മളെ കൊല്ലും, നമുക്കും ചാകാം. ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത്. ചെന്നപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു യേശു വരുന്നെന്ന്. മാർത്ത എഴുന്നേറ്റ് ഓടി യേശുവിൻ്റെ അടുക്ക് വന്ന്, കർത്താവേ
നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. യേശു പറഞ്ഞു, മാർത്തേ, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈ എൻ്റെ ഭാവനയാ. മാർത്ത അടുക്കളയിലെ പണിയാ. യേശുവിന്റെ പാതപെടുത്തിയിരിക്കുന്ന ആരാ? മറിയ. അപ്പൊ യേശു ഈ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കും. അങ്ങനെ അങ്ങ് ചിന്തിച്ചോ, നല്ല ക്ലാസ്സാ. യേശുവിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ആർക്കും പോകാൻ തോന്നുക, ചാപ്പാട് പോലും കഴിക്കാൻ തോന്നുകയല്ല. അതുപോലത്തെ ക്ലാസ്സാ. നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോഴേ നമ്മൾ ബണ്ണെ പിടിക്കും. കാരണം മെനക്കേടാ, മണ്ണ് തിന്നും. ഇത് മെനക്കേടാ, ഇനി കുഴപ്പമില്ല, 9:30 നിർത്തുമെന്നാ പറഞ്ഞത്. മെനക്കേടാ, എന്നാലും കുഴപ്പമില്ല, ബിസ്ക്കറ്റ് ഇഞ്ഞതാ. നമ്മുടെ ക്ലാസ് കേട്ടാ അങ്ങനെ. യേശുവിൻ്റെ ക്ലാസ് അങ്ങനല്ല. ഒരു ചെറുക്കനെ അമ്മ 5 അപ്പവും 2 മീനും കൊടുത്തു വിട്ട് അവനതോടെ കൊണ്ടുവന്ന് വെച്ചിട്ട് 3 ദിവസം ഇരുന്ന് അവൻ ഈ കൊണ്ടുവന്ന അപ്പത്തിൻ്റെ കാര്യം അവൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവിടുത്തെ തിരുവായു മൊഴിയുന്ന ഇങ്ങോട്ട് വരുന്ന അവൻ്റെ വായുന്ന ലാവണ്യമാക്കാ ഇറങ്ങുന്നത്. മുഖത്തോട്ട് നോക്കിയിട്ട് നല്ല കോടി സൂര്യ പ്രഭ പോലെ നിൽക്കുക, വായുന്ന ലാവണ്യമാക്കും. അപ്പൊ അമ്മ കൊടുത്ത അപ്പവും മീനും ഒന്ന് ഇവൻ അതാ യേശുവിൻ്റെ ക്ലാസ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ മറിയ കർത്താവിന്റെ പാതപെടുത്തി ഇരുന്ന് തിരുവചനം ശ്രദ്ധിക്കുന്നുണ്ട്. മാർത്ത അടുക്കളയെ ശുശ്രൂഷയാണെങ്കിൽ എൻ്റെ ചിന്തയാ, അടുക്കളയെ ശുശ്രൂഷിക്കുന്നെങ്കിലും മാർത്തയുടെ കാതും കണ്ണും എല്ലാം ക്ലാസ്സിനകത്തുണ്ട്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞപ്പോൾ അവളോട് ഞാൻ ക്ലാസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയെ പെരുമാറുന്നെങ്കിലും ക്ലാസ്സൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ യേശു മാർത്തയോട് പറയുന്ന ഭാഗമാണ് നമ്മൾ കുറുവാക്യം വായിച്ചത്. സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചിരിക്കും. അപ്പൊ ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? അതാണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ ഒന്ന്, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. ഇനി ചടികടാന്ന് മോള് വായിച്ചു തരണം. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. അറിവുള്ള വാക്യമാ, എന്നാലും ഒന്ന് വായിച്ചോ. ഉൽപ്പത്തി 42-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം സ്ഫുടമായിട്ട് മോള് വായിച്ചേ. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ, മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അടുത്തത്, നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്നും നമുക്ക് ധാന്യം കൊള്ളുവിൻ. അപ്പൊ ശ്രദ്ധിക്കുക, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. ഒന്ന്, നാം മരിക്കാതെ ജീവിച്ചിരിക്കുവാൻ യാക്കോബ് പിള്ളേരോട് പറയുക, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊണ്ടുവരണം. എന്താ ഇതിന്റെ ആത്മീയ അർത്ഥം? പശ്ചാത്തലമൊന്നും വിവരിക്കുന്നില്ല. ദേശത്തെല്ലാം ക്ഷാമമായി, ക്ഷാമം കഠിനപ്പെട്ടു, ലോകം മുഴുവൻ ക്ഷാമം. അങ്ങനെ ആ പുസ്തകത്തിൽ ലോകം മുഴുവൻ ക്ഷാമം. മിസ്രയീമിൽ മാത്രമല്ല, കനാനി മാത്രമല്ല, ഉലകം മുഴുവൻ ക്ഷാമം. ക്ഷാമമെല്ലാം കൂടെ കഠിനപ്പെട്ടപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ആഹാരത്തിന് ആദ്യം ആരുടെ അടുക്കലാ ചെന്നത്? ഉറക്കെ പറ. ഫറവോന്റെ അടുക്കൽ ആദ്യം. ഇതൊന്നെടുത്തേ. അപ്പം ജനങ്ങളെല്ലാം കൂടെ ഫറവോന്റെ അടുക്കൽ ഇങ്ങനെ ചെന്ന്, ഫറവോൻ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുക, ഭദ്രാസനം എന്നൊക്കെ ചൊല്ലി പറയല്ലേ. എന്തുവാന്ന് കാണിക്കുന്നതും ഉള്ളതാട്ടെ. ഫറവോനെ, തിരുമേനി, അങ്ങനെയാണല്ലോ അവരെ സംബോധന ചെയ്യുന്നത്. നമ്മളെ യോയി ഇങ്ങോട്ട് വരാനാ, മറ്റേത് അങ്ങനല്ല. തിരുമേനി, തിരുമനസ്. അവർ സംസാരിക്കുന്ന അങ്ങനല്ല, നാം അറിയിക്കുന്നു. നമ്മൾ അങ്ങനല്ലല്ലോ, നമ്മളെ പറഞ്ഞാലും അംഗീകരിക്കല്ല. തിരുമേനി ഇങ്ങനെ ഇരിക്കുക, വലിയ താടി, പിന്നെ മുടി, കയ്യിലൊരു വടി, വെളി 2 വെടി. തിരുമേനി ഇരിക്കുമ്പം തന്നെ, ഇരിക്കുമ്പോ ഒരു വെടി, തിരുമേനി അനങ്ങുമ്പം വേറൊരു വെടി. അങ്ങനല്ലേ? അപ്പൊ താടി, തിരുമേനിയുടെ മുടി, കയ്യിലൊരു വടി, വെളി 2 കതിനാക്കുട്ടിയാ. വെളി ഇരിക്കുമ്പം ഒരു വെടി. തിരുമേനി വന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പടപടപടപും, അത് വേറെ തിരുമേനി വരുന്നുണ്ട്. മനസ്സിലാകുന്നില്ല. പണ്ട് ഒരു തിരുമേനി ഇങ്ങോട്ട് വന്നപ്പം ഇടവകയിലെ ആള് പറഞ്ഞ്, തിരുമേനി വരും, അന്നേരം പാട്ട് പാടി വേണം തിരുമേനിയെ ഇങ്ങോട്ട്. അപ്പം ചോദിച്ചു ഏത് പാട്ടാ? അപ്പം വിദ്വാൻ കുട്ടിച്ചന്റെ പാട്ടുണ്ട്. തുതിപ്പിൻ തുതിപ്പിൻ യേശുദേവനെ
ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ സ്തുതിപ്പിൻ. സ്പീഡ് കൂടുതലാ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. അപ്പൊ അച്ഛൻ പറഞ്ഞ് ഈ പാട്ട് പാടണം. തിരുമേനി റോഡിലിറങ്ങി 2 വശവും താലപ്പൊലി എന്തിയ കന്യകമാരുണ്ട്. അപ്പൊ തിരുമേനി ഇങ്ങോട്ട് കയറി വരുമ്പോ ഈ പാട്ട് പാടണം. പാട്ടൊക്കെ പഠിപ്പിച്ച് സമയമായപ്പോ തിരുമേനി വന്നു. പടക്കമെല്ലാം കൂടെ പൊട്ടിച്ച് കയറി വരിക. ഈ പടക്കവും കൊച്ചുങ്ങടെ നിപ്പും താലപ്പൊലി എല്ലാം കണ്ടപ്പോ പാട്ട് പാടുന്നവര് പാട്ട് മറന്നുപോയി. അപ്പൊ അച്ഛൻ പറഞ്ഞെന്നാ പറഞ്ഞത് പാട്. അപ്പൊ ഒരു തള്ള ചോദിച്ചു ഏത് പാട്ടാ? ഇവിടെ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചിട്ട് പോടോ. ഈ വെടിയും പരമും ഒക്കെ കണ്ടപ്പം പാട്ട് മറന്നുപോയി. അച്ഛൻ പറഞ്ഞു എന്നാ ഏതൊരു ഒരെണ്ണം പാട്. തിരുമേനി വരികയല്ലേ. ഒന്ന് ഒരു തള്ള പാടി വരുന്നു നാശമയ്യോ സൊദോമിൽ വരുന്നു നാശമയ്യോ. തിരുമേനി കയറി വരിക. വരുന്നു നാശമയ്യോ സൊദോമിന്മേൽ വരുന്നു നാശമയ്യോ. വരുന്നു നാശം തിരിഞ്ഞു നോക്കാതെ അറിഞ്ഞു സിയോനെ വീരഞ്ഞോടുക വരുന്നു നാശമയ്യോ. തിരുമേനി അന്തം വിട്ടു. അപ്പൊ അടുത്ത് നിന്ന് തള്ള പാടി അഗ്നിമഴ വരുന്നയ്യോ. ബാക്കി കാര്യമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പോൾ പറവോൻ ഇങ്ങനെ ഇരിക്കുക. ഏതാ പറവോൻ? തിരുമേനി. പറവോനെ വലിയ താടിയും മുടിയും കയ്യിലൊരു വടിയൊക്കെ പിടിച്ച്. അപ്പൊ ജനങ്ങളെല്ലാം പറവോന്റെ അടുക്ക വന്നെന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. പറവോനോട് എന്ന് കേണു വീണ് അപേക്ഷിക്കുക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാവികളാ ഞങ്ങളോട് കരുണ തോന്നണമേ. അങ്ങനുണ്ട്. ജനങ്ങളെല്ലാം ചെന്ന് പറവോനോട് പറയുക ഞങ്ങളെ രക്ഷിക്കണമെന്ന്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം, ക്ഷാമമാണ്. അപ്പൊ പറവോൻ പറഞ്ഞൊരു പദം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ? തള്ള പാട്ട് മറന്നു പോയത് പോലാന്ന്. സ്തോത്രം. നിങ്ങൾ ഭാഷന്മാരെടുത്തെങ്കിലും ഒന്ന് വായിരു. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടത്. അല്ല മോളെ, 41-ാം അധ്യായത്തിന്റെ ഒടുവിൽ ക്ഷാമമെല്ലാം കൂടെ കഠിനപ്പെട്ടപ്പോൾ ജനങ്ങളെല്ലാം കൂടെ പറവോന്റെ അടുക്ക വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് വായിച്ചേ. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രൈമിൽ യോസേഫിന്റെ അടുക്കൽ വന്നു. അല്ലല്ല, പറവോന്റെ അടുക്ക വന്നെന്നുണ്ട് ആദ്യം. ഇത് പിന്നെ യോസേഫിന്റെ ഒക്കെ വന്നതാ. നിങ്ങൾ പാസ്റ്റർമാര് 55 പിന്നെ മിസ്രൈം ദേശത്ത് എല്ലായിടവും ക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ജനങ്ങളെല്ലാം കൂടെ ആഹാരത്തിന് ഫറവോന്റെ അടുക്ക വന്ന് നിലവിളിക്കുക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഫറവോനോട് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പൊ ഫറവോൻ എന്നാ പറഞ്ഞേ? ഫറവോൻ മിസ്രൈമ്യരോടൊക്കെ. എന്റെ കുഞ്ഞെ നന്നായിട്ട് വായിച്ചതാ, എനിക്കും പോണം. ഫറവോൻ മിസ്രൈമ്യരോടൊക്കെ. ഉടനെ ഫറവോൻ മിസ്രൈമ്യരോട് പറയുക, മിസ്രൈമ്യരോട് നിങ്ങൾ യോസേഫിന്റെ അടുക്കൽ ചെല്ലുവിൻ. നിങ്ങൾ ഇവിടെ കിടന്ന് എന്റെ മുന്നിൽ കിടന്ന് അപേക്ഷിക്കണമേ, ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറയാതെ ഞാനിങ്ങനെ താടിയും മുടിയും മടിയായിട്ട് ഇവിടെ ഇരിക്കുന്നല്ലാതെ കാക്കാജൻ എന്നെ കൊണ്ട് ഗുണം വരികയല്ല. ആരാണ്ട് കയ്യിലൊരു വടിയും പിടിപ്പിച്ച് എനിക്ക് അനങ്ങാൻ മേലാതെ ഞാൻ പരുവക്കേടി ഇവിടെ ഇരിക്കുക. നിങ്ങൾ എന്റെ താടിയും മുടിയും മടിയും കണ്ട് ഇവിടെ കിടന്ന് നിലവിളിക്കരുത്. നിങ്ങൾ സൂക്ഷം യോസേഫിന്റെ അടുക്കൽ ചെല്ലണം. അങ്ങനല്ലേ നിങ്ങൾ
യോസേഫിന്റെ അടുക്കൽ ചെല്ലുവിൻ. നിങ്ങൾ യോസേഫിന്റെ അടുക്കൽ ചെല്ലുവീൻ. അവൻ നിങ്ങളോട് പറയും പോലെ അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവീൻ. അത് തന്നെ കാനാവിലും അമ്മ പറഞ്ഞത്. എടേ, എന്നെ പിടിച്ച് ഈ ഇടയ്ക്ക് നിർത്താതെ ഞാൻ മധ്യത്തേക്ക് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ എന്തേലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യേ. പറ്റതള്ളയാകുന്ന ഞാനെ പറ്റതള്ളയൊക്കെ ആ കാര്യം ചെയ്യുക, ഞാനെ പ്രസവിച്ചത്, പക്ഷെ എന്നെ പിടിച്ച് ഇടയ്ക്ക് നിർത്തരുത്, എന്നെ കൊണ്ട് കഴിവില്ല. ആമൻ സ്തോത്രം. അമ്മ ഇതിനിടയ്ക്ക് നിൽക്കണം. അമ്മ വയ മകൻ എന്ന് ഇവിടെ നടക്കുന്ന കേസല്ല, ഡയറക്റ്റ് കാര്യം പറഞ്ഞോണം. ദൈവത്തിന് മനുഷ്യക്ക് മധ്യസ്ഥനൊരുവൻ യേശു ക്രിസ്തു മാത്രം. അപ്പൊ പറവോന്റെ അടുക്കവന്ന് നിലവിളിച്ചപ്പോ പറവൻ പറഞ്ഞു, ഞാനിങ്ങനെ മുടിയും താടിയും മടിയും കൊടയും വെടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ എന്നെ കൊണ്ടൊന്നും നടക്കുകയല്ല. നിങ്ങൾ യോസേപ്പിന്റെ അടുക്ക ചെന്ന. യോസേപ്പ് ആരാ? 42:6 വായിച്ചേ മോളെ. യോസേപ്പ് ആരാ? 42:6. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു. യോസേപ്പ് ദേശത്തിന് അധിപതിയായിരുന്നു. അടുത്തത് അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റ്. യോസേപ്പ് ദേശത്തിന്റെ അധിപതിയായി. ഇന്ന് രാത്രി നല്ല യോസേപ്പ് ആകുന്ന യേശു ക്രിസ്തു, അവനാണ് സകലത്തിന്റെ അധിപതി. നീ പറവോന്റെ ഇടയ്ക്ക് ചെന്ന് അപേക്ഷിക്കണം, ഉപേക്ഷിക്കരുതെന്ന് നിലവിളിച്ചതിന്റെ ആയുസും അവസരവും നഷ്ടപ്പെടുത്താതെ നീ നല്ല യോസേപ്പ് ആകുന്ന യേശുവിന്റെ അടുക്ക് വരണം. യേശു നിന്നെ രക്ഷിക്കും. യേശു ക്രിസ്തു നിന്നെ വിടുവിക്കും. യേശു ക്ഷാമകാലത്ത് നിന്നെ പുലർത്തും. ഞാൻ കാലിന് വേദനയുള്ളത് കൊണ്ടായി വിടിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. നിന്നാലും ഞാൻ ഇതൊക്കെ തന്നെ പറയുള്ളൂ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്പം പറയുക യാക്കോബ് പിള്ളേരോട്, നിങ്ങൾ ഈ തമ്മി നോക്കി നിൽക്കാതെ മിസ്രയീമിൽ ചെല്ലണം. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് ധാന്യം കൊള്ളണം. അപ്പം ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. എന്താ ഇതിന്റെ ആത്മീയ അർത്ഥം? മിസ്രയീം എന്തുവാ? വായിച്ചേ മോളെ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് 11:8. പെട്ടെന്ന് വായിച്ചോ. വെളിപ്പാട് 11:8. മിസ്രയീം ഏതാന്ന് തെളിയിക്കുക. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ വീതികളിൽ അവരുടെ ശവം കിടക്കും. അപ്പോൾ ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള മഹാനഗരം. വെളിപ്പാട് പുസ്തകം പഠിക്കുന്നവർക്കറിയാം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വിവാദ അധ്യായമാ. 2 സാക്ഷികളാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഹാനോക്കും ഏലിയാവ് വന്ന്, ഏലിയാവും ഹാനോക്ക് വന്നും അത് 2 കൂട്ടരും അല്ലെന്നും വാദിക്കുക. അതവിടെ നിൽക്കട്ടെ. 2 സാക്ഷികൾ, അവരുടെ വിഷയമാ 11-ാം അധ്യായം. ഈ 2 സാക്ഷികൾ മരിക്കും. അവരുടെ ശവം ലോകം മുഴുവൻ കാണും. അതാ അവിടുത്തെ വിഷയം. ആ കാണുന്ന കാര്യത്തെ പറ്റി പറഞ്ഞത് 11:8. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോലോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതികളിൽ ഇവരുടെ ശവം കിടക്കും. അപ്പോൾ ആത്മീകമായി മിസ്രയീമെന്ന് പേരുള്ള സ്ഥലം, ആ സ്ഥലത്തിന്റെ പ്രത്യേകത എഴുതിയിരിക്കുക, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം. അങ്ങനെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, മിസ്രയീമിൽ ചെന്ന് പറയുന്നതിന്റെ കാര്യം എന്നാന്നറിയാമോ? ക്രൂശിന്റെ ചുവട്ടിൽ ചെന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അങ്ങനെ ചെയ്താൽ നീ മരിക്കത്തില്ല, നീ ജീവിച്ചിരിക്കും. ഇന്ന് രാത്രി നിനക്ക് ജീവൻ വേണോ? സമൃദ്ധിയായ ജീവൻ വേണോ? ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനോട് നിലവിളിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്ക്. എന്റെ യേശുവേ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തെ ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കും? ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് ഏത് പാപി അനുദമിച്ച് പ്രാർത്ഥിച്ചാൽ അവനെ രക്ഷിക്കുന്ന ദൈവമാണ് ക്രിസ്തു. ഇന്ന് രാത്രി നിനക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ ജീവൻ ടോൺ കഴിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. സ്തോത്രം. ഇപ്പൊ അങ്ങനെ ഒത്തിരി അങ്ങാടിയിൽ സുലഭമാണല്ലോ പരസ്യം കണ്ടാൽ തന്നെ നമ്മൾ പറയാണ്ടത് ഇത് കലക്കി കുടിച്ചാൽ മതി, മറ്റു കുഴപ്പമൊന്നും. കലക്കി കുടിച്ച ചാണ്ട ചേര വേരിനിടെ കയറിയതുപോലെ എന്നെ പറ്റി. ഞാൻ ഒരു സാധനം വൈകിട്ട് കലക്കി കുടിക്കുക. നേരത്തെ ഇച്ചിരി ചൂട് കഞ്ഞി കുടിച്ചുകൊണ്ട് കിടന്ന തങ്കയാ. വല്ല കാര്യമുള്ള കാര്യമാണ്. നീ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിനക്ക് ജീവിച്ചിരിക്കാം. ഇനി ചടികടാന്ന് വായിക്കണം, സമയം പോകുന്നു കേട്ടോ. 2, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. വായിച്ചേ മോളെ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിച്ചേ. ചടികടാന്ന് വായിക്കണം. പുറപ്പാട് 30:20. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ജീവിച്ചിരിക്കാൻ 1,
അവർ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, അവർ സമാഗമന കൂടാരത്തിൽ അവര് സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യഹോവയ്ക്ക് കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെല്ലുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. വെള്ളം കൊണ്ടൊരു പരിപാടിയുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഇപ്പം വിടാ എല്ലാരെയും. മരിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട 2ാമത്തെ കാര്യം വെള്ളം കൊണ്ടൊന്ന് കഴുകണം. എന്ന് പറഞ്ഞാ നീ സ്നാനപ്പെടണമെന്ന്. തളിച്ചേച്ച് പോകുന്ന കാര്യമല്ല പറഞ്ഞത്, മെഴുക്കിയെടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇച്ചിരി വെള്ളം എടുത്തേച്ച് കുടഞ്ഞേച്ച് സ്നാനപ്പെട്ടു പൊക്കോ. വെള്ളത്തിൽ മുങ്ങണം, വെള്ളമുള്ള സ്ഥലത്ത് ചെല്ലണം. വെള്ളമുള്ള സ്ഥലം കണ്ടപ്പോൾ ആ ക്ഷണം പറഞ്ഞ് വെള്ളം താണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വെള്ളം അങ്ങനെ മിക്കടത്തും ഉണ്ട്, വെള്ളമുണ്ട്, വെള്ളം അടിക്കുന്നവരുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ വിഷയമല്ല, എനിക്ക് സ്നാനപ്പെടണം. എന്നാ ചാടി ഇറങ്ങിക്കോളാൻ പറഞ്ഞില്ല. നീ വിശ്വസിക്കുന്നു? എന്നാ മുക്കാം. ആര് മുങ്ങണം? വിശ്വസിക്കുന്നവൻ മുങ്ങണം. വിശ്വസിക്കുന്നവൻ ഏറ്റു പറയണം. വെള്ളമുള്ളിടത്ത് മുങ്ങണം. സ്നാനപ്പെടുത്തുന്ന പുള്ളിയും സ്നാനപ്പെടേണ്ട പുള്ളിയും വെള്ളത്തിൽ ഇറങ്ങണം. അല്ലാതെ ബക്കറ്റിനകത്ത് ഇച്ചിരി വെള്ളം കോരി വെച്ചേച്ച് അതിനകത്തിട്ട് മെഴുക്കി എടുക്കുകയല്ല. ബേസിനകത്ത് മുടുത്തൊരു ബേസം കൊണ്ടുവന്ന് ഇച്ചിരി വെള്ളം വെച്ചേച്ച് സ്വത്ര സ്നാനപ്പെട്ടു. അല്ലല്ല, സ്നാനപ്പെടുത്താനായിട്ട് എടുത്തോണ്ട് വരികല്ല. പാവോ സ്നാനപ്പെടുത്താൻ കരയരുത് സ്വോത്രം മകനെ. അങ്ങനെയാണോ സ്നാനപ്പെടുത്തുന്നത്? അങ്ങനെയാണോ? കരയരുത്. ഇപ്പം വരെ സ്നാനപ്പെടുത്താൻ പുള്ളി ഡ്രസ് ഇട്ടോണ്ടിരിക്കുക. കരയരുത്. ആവോ പെട്ടെന്ന് വരാൻ പറ, കൊച്ചു പനക്കേടാ, പെട്ടെന്ന് വരാൻ പറ. മറ്റേ പുള്ളി പറഞ്ഞു, പുള്ളി ബട്ടൺസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പെടലി മുതൽ ബട്ടൺസാ, ഇവിടെ മുതൽ അങ്ങ് ബട്ടൺസാ ഇട്ടുകൊണ്ട് വരാം. ഇത്ര ഇടണ്ടേ? പുള്ളി ഇച്ചിരി താമസിക്കുമെന്നാ കേൾക്കുന്നത്. യോടി കൊച്ചു പിന്നെ പാട്ട് പാടി, ഓമന തിങ്കൾ കീടാവോ നല്ല. അങ്ങനെയാണോ സ്നാനം? സ്നാനപ്പെടുത്തുന്ന അങ്ങനല്ലെന്ന്. സ്നാനപ്പെടേണ്ട പുള്ളിയും സ്നാനപ്പെടുത്തേണ്ട പുള്ളിയും വെള്ളത്തിലിറങ്ങണം. യേശുവിനെ ആരും എടുത്തോണ്ട് വരികയല്ല, യേശു നടന്നാ വന്നേ. യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ, യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ നിമഞ്ജനം കഴിപ്പാൻ വന്ന ചരിത്രം ഓർത്തിടുവീൻ. നിമഞ്ജനം കഴിപ്പാൻ വന്ന ചരിത്രം ഓർത്തിടുവീൻ. തന്നെ തടയുന്നില്ല സ്നാപകൻ താഴ്മയോട്. യോഗന്നാൻ തടഞ്ഞു. യേശു സ്നാനം യോഗന്നാൻ തടഞ്ഞു. അയ്യോ എന്തോ എന്റെ പിന്നെ ഇവിടുത്തെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗനല്ല, എന്റെ കീഴിൽ വന്ന് സ്നാനപ്പെടുന്നു. അല്ല, യോഗന്നാൻ തടഞ്ഞു. തന്നെ തടയുന്നില്ല സ്നാപകൻ താഴ്മ. കൈ കാണിച്ച് ഇപ്പൊ അടിക്കരുതെന്ന്. അവൻ അടിക്കാനായിട്ട് തന്നെ ഇരിക്കുക, ഏതിനും കയറി അടിക്കുമെന്ന്. തന്നെ തടയുന്നിത സ്നാപകൻ താഴ്മയോടെ, തന്നെ തടയുന്നിത സ്നാപകൻ താഴ്മയോടെ. നിന്നാൽ അടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ. യേശുവിനോട് പറയാം,
നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ. യോഹന്നാൻ അങ്ങോട്ട്, ഉടനെ യേശു ഇങ്ങോട്ട്. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകലരോടും പറയുക, സ്നാനപ്പെടാത്ത ആരേലും ഉണ്ടെങ്കിൽ നിന്നോട് പറയുക, ജീവിച്ചിരിക്കാൻ നീ സ്നാനപ്പെടണം. അതുകൊണ്ട് മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, അതിന് സോപ്പും ഒക്കെ കിട്ടും, ഇന്ത്യൻ സോപ്പും കിട്ടും. അങ്ങച്ചാ ഇങ്ങോട്ട് നോക്കേ, നീ ഉമ്മ അതിലെല്ലാം പള്ളിക്ക് ചുറ്റും കറങ്ങി നടക്കാതെ നീ സ്നാനപ്പെടണമെന്ന്. അത് ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, അതിന് ലൈഫോയി സോപ്പ്. ഇപ്പൊ പരസ്യമൊക്കെ ഉണ്ടല്ലോ, ലൈഫോയി എന്തോ അതിന് ഒരു പരസ്യം ഉണ്ടെന്ന് പരസ്യം പറയുമല്ലോ. ഓ ലൈഫോയി എവിടെ? അവിടാണ്. ഉളിയൊന്നും ഇല്ലയോ? ഇത് ലൈഫോയി ഉണ്ടെന്നേ. പിന്നെ ചന്ദ്രിക നല്ല പാതയാ. വേറെ ഏതാ? ജഡത്തിന്റെ അഴുക്ക് കളയാൻ അങ്ങനെ സോപ്പും ഇഞ്ചയും തത്തുല്യമായ കാര്യമുണ്ട്. സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാ. യേശു മാതൃക കാണിച്ചു തന്നു. യേശു ചേരുവാനാ, യേശുവിനെ ധരിക്കാനാ. അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ജീവിച്ചിരിക്കാൻ 2 വെള്ളം കൊണ്ട് കഴുകണം. അത് സ്നാനത്തെ കൂടെ കുറിക്കുക. സ്നാനപ്പെട്ടേ ഒക്കൂ. അത് വെള്ളത്തിൽ മുങ്ങി തന്നെ സ്നാനപ്പെടണം. സ്തോത്രം, സ്തോത്രം. അങ്ങനെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. ആരേലും ഈ അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒറ്റ ദിവസം യോഗമായതുകൊണ്ട് ഇത് പറഞ്ഞേക്കോള്, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3 ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ഇതൊക്കെ വിശദീകരിക്കേണ്ടതാ, ഞാൻ ഓടിച്ചങ്ങ് പോവുക. 3 ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? മോളെ, പുറപ്പാട് പുസ്തകം അതിന്റെ 28-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ജീവിച്ചിരിക്കാൻ എന്നോ ചെയ്യണം? പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിര്. യഹോവയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും, മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കിടക്കുമ്പോഴും വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. അതിന്റെ ശബ്ദം കേൾക്കണം. ശബ്ദം കേൾക്കണം. ശബ്ദം എന്തിനാന്നറിയാവോ? മരിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ. അപ്പൊ ജീവിക്കാൻ 3-ാമത്തെ കാര്യം ശബ്ദം കേൾക്കണം. എന്തോ ശബ്ദമാ? എന്തിന്റെ ശബ്ദമാ? പാവം വായിച്ചേരുന്നല്ലാതെ എന്നാ ശബ്ദമാന്ന് പോലും. മണിയടി. അതാരാ പറഞ്ഞേ? പേരെന്നാ? ഉറക്കെ പറ. അതിനെ കൊള്ളുകല്ലാത്ത പേരാണോ? രാധമ്മ. അപ്പൊ രാധമ്മ അതിന് ആൻസർ പറഞ്ഞു. ശബ്ദം കേൾക്കണം. എന്തിനാന്നറിയാം? മണിയടി. അഹരോന്റെ ഏഫോലുണ്ടല്ലോ, വിസ്തരിക്കാൻ നേരമില്ല. ഈ പൗരോഹിത്യ വസ്ത്രം ധരിക്കുമ്പോൾ അതിന് ഏഫോർ. അപ്പോൾ 31-ാം വാക്യം മുതൽ വായിച്ചേ മോളെ, പെട്ടെന്ന് വായിര്.
ഏഫോദിന്റെ അങ്കി മുഴുവനും നീല നൂൽ കൊണ്ട് നിർമ്മിക്കണം, ഉണ്ടാക്കണം. പിന്നെ അതിന്റെ നടുവിൽ തല കടത്താൻ ഒരു ദ്വാരം വേണം, ഒരു ദ്വാരം വേണം. പിന്നെ ദ്വാരത്തിന്റെ നെയ്ത്തുപണിയായി ഒരു നാട ചുറ്റിലും വേണം. പിന്നെ അടുത്തത് അത് കീറിപ്പോകാതിരിക്കാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിനുണ്ടായിരിക്കണം. അടുത്തത് നീലനൂൽ, ധൂമ്രനൂല്, ചുവപ്പ് നൂല് എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും. മാതളപ്പഴം നൂല് കൊണ്ട്, നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, അതുകൊണ്ട് എന്തോ ഉണ്ടാക്കണം? മാതളപ്പഴം. ഏതാ? അനാറ്. മാതളപ്പഴം ഉണ്ടാക്കണം. അവയുടെ ഇടയിൽ, അത് കടിച്ചും പറിച്ചു ഇരിക്കാനല്ല. പിന്നെ അവയുടെ ഇടയിൽ ആ മാതളപ്പഴത്തിന് ഇടയിലെ ചുറ്റും പൊന്നുകൊണ്ട് മണി. അതാ രാധമ്മ പറഞ്ഞ മണിയടിയുന്നു. പൊന്നുകൊണ്ട് മണികൾ ഉണ്ടാക്കണം. പിന്നെ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി. ഈ അങ്കിയുടെ വിളുമ്പിന് ചുറ്റും, സ്തോത്രം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഇപ്പറേ ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, പിന്നെ ഇപ്പറേ ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, അപ്പറേ ഒരു മാതളപ്പഴം. ഇങ്ങനെ വേണം. ഇങ്ങനെ വേണം. ഇങ്ങോട്ട് നോക്കിയേ, ഇതിന് ചുറ്റുമേ ഒരു മാതളപ്പഴം, അതിനിപ്പറേ ഒരു പൊന്മണി, ഇപ്പറേ സൂക്ഷിച്ച ഒരു മാതളപ്പഴം, അതിനിപ്പറേ ഒരു പൊന്മണി. ഇതിങ്ങനെ ചുറ്റോട് ചുറ്റും കിടക്കണം. അപ്പൊ അഹരോന് ശുശ്രൂഷ ചെയ്യാൻ അകത്തോട്ട് കയറി അവിടെ ചെന്ന് അനങ്ങാതിരിക്കരുത്. ചില ഉപദേശമാരുണ്ട്, സ്തുതിച്ചാട്ടെ, മണിയടിയില്ല, ഗിണിയടിയില്ല. ഒരിക്കൽ കൂടെ അഹരോൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അടങ്ങി നിൽക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ നീ പരിശുദ്ധൻ. ദൈവമേ, എനിക്കിരിക്കണ വലിച്ചെടുക്കരുത്. ഞാൻ എഴുന്നേറ്റ് ഉടനെ അത് വലിക്കുന്നത്. അപ്പോൾ അഹരോൻ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ച് നിൽക്കണം. ദൈവത്തെ സ്തുതിച്ച് നിൽക്കുമ്പോൾ ഈ പൊന്മണിയും മാതളപ്പഴവും കൂട്ടിമുട്ടും. ഈ മാതളപ്പഴം ചെന്ന് പൊന്മണിക്കിട്ടൊരു അടി അടിക്കും, മാതളപ്പഴം അങ്ങോട്ടൊരടി. പ്രൈസ് ദി ലോർഡ്. ഉടനെ ഈ മാതളപ്പഴം അപ്പുറം ചെന്ന് പൊന്മണിക്കിട്ട് ഗ്ലോറി. ഉടനെ ഈ അടി കൊണ്ട മണി ഇപ്പറ ചെന്ന് മാതളപ്പഴത്തിന് കാൽവറി രക്തം. ഉടനെ ഈ മാതളപ്പഴം ഇപ്പറ ചെന്ന് മറുഭാഷ. ഉടനെ ഇപ്പോഴത്തെ ഈ മാതളപ്പഴം അവിടെ ചെന്ന് ഭാഷയുടെ വ്യാഖ്യാനം. അപ്പൊ ഈ മാതളപ്പഴം അപ്പുറം ചെന്ന് വിക്ടറി. അപ്പൊ ഇതിങ്ങനെ ഗ്ലോറി, വിക്ടറി, മഹത്വം, അല്ലെ കാൽവറി, യേശുവിന്റെ രക്തം, പ്രൈസ് ദി ലോർഡ് ജീസസ് എന്നിങ്ങനെ അടിച്ചടിച്ച്. അപ്പൊ ഇതിന്റെ ശബ്ദം ഇങ്ങനെ മുഖരിതമാണ്. മനസ്സിലാകുന്നുണ്ടോ? മരിക്കാതിരിക്കാൻ ഈ മണിയടി കേൾക്കണം, ശബ്ദം കേൾക്കണം. എന്ന് പറഞ്ഞാൽ നീ ആത്മനിറവി ദൈവത്തെ ആരാധിക്കണം. സഭയിൽ വരുന്ന സകലയെണ്ണോ അഭിഷേകം പ്രാപിക്കണമെന്ന്. അല്ല തമ്പേറടിക്കുമ്പോൾ തവളയാടും പോലെ 3 ചാട്ടം ചാടിയെ ചടങ്ങിയിരിക്കുകയല്ല. നീ ആത്മസ്നാനം പ്രാപിക്കണം. അന്യഭാഷ പറഞ്ഞ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷ ആരുടെ കുത്തകയല്ല, ഇത് നിന്നിട്ടില്ല. നിന്നെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നു. നിന്നായിരിക്കും അവൻ, നമുക്ക് നിന്നിട്ടില്ല, ഇതിപ്പോ നിക്കത്തുമില്ല. നീ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. അന്യഭാഷ പറയുന്നത് മൂപ്പനോടോ പാസ്റ്ററോടോ അല്ല, ദൈവത്തോടാ. അല്ല, ആരും ഒട്ടും മനസ്സിലാക്കുന്നില്ല, തിരിച്ചറിയത്തില്ല. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിച്ചിരിക്കാൻ അവൻ ഇതിന്റെ ശബ്ദം കേൾക്കണം. സ്തോത്രം, ശബ്ദം കേൾക്കണം. സഭയിൽ വരുന്ന അകലെയാണോ അഭിഷേകം പ്രാപിക്കണം. പാട്ട് പാടുന്നവരെല്ലാം അഭിഷേകം പ്രാപിക്കണം. ഇത് മനുഷ്യം പ്രാപിച്ചല്ലേ? എന്നാടാ സംശയം? പ്രാപിച്ചല്ലേ? എല്ലാവരും അഭിഷേകം പ്രാപിച്ചിരിക്കണം. പ്രാപിക്കാത്തവര് പ്രാർത്ഥിക്കണം. ഇതാരും തരുന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ്. നിന്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കും. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം നിറയ്ക്കും. അപ്പോൾ ഇതിന്റെ ശബ്ദം കേൾക്കണം. എന്ന് പറഞ്ഞാൽ ആത്മനിറവി ദൈവത്തെ ആരാധിക്കണം. എന്തിന്? ജീവിച്ചിരിക്കാൻ. ഒന്ന്, ജീവിച്ചിരിക്കാൻ രക്ഷിക്കപ്പെടണം. ക്രൂശന്റെ ചവിട്ടി വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, ജീവിച്ചിരിക്കാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3, ജീവിച്ചിരിക്കാൻ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഓടിച്ചു നിർത്താം, അതിപ്പോ നടക്കുള്ളൂ. 4, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യം വായിച്ചേ മോളെ, പെട്ടെന്ന് വായിരുന്നു നിർത്താം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-3. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം
തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നുകയും അരുത്, തൊടുകയും അരുത്. എല്ലാം വ്യാഖ്യാനിക്കാൻ തരില്ല. അമ്മാമ്മയും പാമ്പുമായിട്ടുള്ള സംഭാഷണമാ. പാമ്പും അമ്മാമ്മയും. അമ്മാമ്മ തോട്ടത്തിലെ അമ്മാമ്മ, പാമ്പോ അല്ലല്ല, പാമ്പ് കാട്ടിലെ. മൂന്നിനൊന്ന് വായിച്ച നമ്മൾ യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. പാമ്പ് എവിടുത്തെയാ? കാട്ടിലെ. അമ്മാമ്മയോ? അമ്മാമ്മ തോട്ടത്തിലെ. അപ്പം തോട്ടത്തിലെ അമ്മാമ്മ, കാട്ടിലെ പാമ്പ്. ഈ തോട്ടത്തിലെ അമ്മാമ്മയ്ക്ക് എന്തിനാ കാട്ടിലെ പാമ്പായിട്ട് ചെങ്ങാത്തം? പാമ്പിന്റെ ഫോൺ നമ്പർ എന്തിനാ അമ്മാമ്മ മേടിക്കുന്നത്? രാത്രി 11 കഴിയുമ്പോ പാമ്പിന്റെ ഒരു മിസ് കോള് വാട്സപ്പിനകത്ത് ക്ലീൻ, ഹായ്. ഉടനെ അമ്മാമ്മ തിക്കും പൊക്കുന്നുണ്ട്, തിരിച്ച് ക്ലീൻ. പാമ്പ് നോക്കി, ഹായ്. ഉടനെ പാമ്പ് ഇങ്ങോട്ട് ക്ലീൻ. ഉറങ്ങിയില്ലേ? ഉടനെ അമ്മാമ്മ അങ്ങോട്ട് ക്ലീൻ. ഉറക്കം വരുന്നില്ല. ഉടനെ പാമ്പ്, നാളെ ഒരു 10:30 ആകുമ്പോൾ ഞാൻ വരും. ഉടനെ അമ്മാമ്മ ക്ലീൻ അങ്ങോട്ട് 11:30 വന്നാൽ മതി, അച്ചായം 10:30 ആയിട്ടേ തോട്ടത്തിലോട്ട് പണിക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഒന്നും അറിയാൻ മേല. ഒന്നും വിവരിക്കുന്നില്ല ഞാൻ. അപ്പൊ അമ്മാമ്മയും പാമ്പുമായിട്ട് ഇങ്ങനെ സംഭാഷിച്ച് ചങ്ങാത്തം കൂടി ഒടുവിൽ പാമ്പ് അച്ചായനില്ലാഞ്ഞ സമയത്ത് തോട്ടത്തിൽ വന്നു. രണ്ടുപേരുടെ കാര്യമൊക്കെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ യവൻ ഈ തള്ളയെ ചതിച്ചു. സർപ്പ ഉപായത്താൽ ഹവ്വായെ ചതിച്ചു. അപ്പൊ ഈ ചതിക്കുന്നതിന് മുമ്പ് ഇവര് സംഭാഷിക്കുമ്പം അമ്മാമ്മ പറയുന്ന ഒരു പദമാണ് നമ്മൾ വായിച്ചത്. മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള, വായിച്ച മോളെ, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന്. അത് തള്ള കയ്യിൽ നിന്നിട്ട് തൊടരുത്, തൊടുകയൊക്കെ ചെയ്യാം, തിന്നരുതെന്നേ ദൈവം പറഞ്ഞോളൂ. എന്തായാലും ഒറ്റ വാക്കിൽ പറയാ, മരിക്കാതെ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ പറയാ, അരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യരുത്, അരുത് എന്ന് പറയുന്ന കാര്യം ആവർത്തിക്കരുത്. അങ്ങനെയെങ്കിൽ ഒറ്റ വാക്ക് പറയാ, മരിക്കാതെ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ദൈവമക്കളോട് ബന്ധപ്പെട്ട് പറയാ, വേർപാട് പാലിക്കണം, വേർപാട് പാലിക്കണം. എല്ലാ വിഷയത്തിലും ദൈവമക്കൾ വേർപാട് പാലിക്കണം. വാക്കിലും പ്രവൃത്തിയിലും വസ്ത്രധാരണത്തിലും സംസാരത്തിലും ആരാധനയിലും കൂട്ടായ്മയിലും പോക്കിലും വരവിലും ഒരു ദൈവപൈതൽ വേർപാട് പാലിക്കണം. നീ വേർപാട് പാലിച്ചാൽ നിനക്ക് ജീവിച്ചിരിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വേർപാട് പാലിച്ചാൽ നിനക്ക് ജീവിച്ചിരിക്കാം. ഒന്ന്, രക്ഷിക്കപ്പെടണം, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിന് രക്ഷിതാവായി. 2, ജീവിച്ചിരിക്കാൻ വെള്ളത്തിൽ മുങ്ങണം. 3, ജീവിച്ചിരിക്കാൻ ശബ്ദം കേൾക്കണം, മണിയടി, മറുഭാഷ, സ്തോത്രം. 4, വേർപാട് പാലിക്കണം. 5, ഒത്തിരി ഉണ്ട്, ഒന്നുകൂടെ പറഞ്ഞങ്ങ് നിർത്തി നമുക്ക് പിരിയാ, ഇപ്പം തന്നെ സമയം പോയി. ഒരു വാക്യം കൂടെ വായിച്ചേ മോളെ. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചേ. ജീവിച്ചിരിക്കാൻ എന്നാ ചെയ്യണമെന്നാ? വായിരു മോളെ. യഹോവ അഹരോനോട് അരുളി ചെയ്തത്, നീ നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന്, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കിടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്. മരിച്ചു പോകാതിരിക്കാൻ ഇതൊന്നും പാടില്ല. വേർപാട് കർക്കശമായി പാലിക്കണം. കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. ഒറ്റ വാതിലേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ഏത് സമയത്ത് നീ കർത്താവിനോട് ചേർന്ന് നിന്നാൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയര്, മരിക്കാതെ ജീവിച്ചിരിക്കണം. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണമെന്നാണ് ഇന്ന് രാത്രി പറഞ്ഞത്. 1, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം.
2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3 ആത്മസ്നാനം പ്രാപിച്ച് മറുഭാഷ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് പ്രാർത്ഥിക്ക് ദൈവം തരും. 4 കർക്കശമായ വേർപാട് പാലിക്കണം. ആമൻ. 5 ആമൻ വീഞ്ഞും മദ്യവും ഒന്നും കുടിക്കരുത്. ആമൻ. സ്തോത്രം. അടുത്ത ഭാഗത്തോട് ചേർന്ന് പഠിച്ചാൽ ഇങ്ങനെ കിടപ്പുണ്ട്, കൂടാരം വിട്ട് വെളിയിൽ പോകരുത്. ഈ കൂട്ടായ്മ വിട്ടാരും പുറകോട്ട് പോകരുത്. നീ രക്ഷിക്കപ്പെട്ടത് ജ്ഞാനപ്പെട്ട് ഈ കൂട്ടായ്മയിൽ വന്നതാണ് നിന്റെ ഭാഗ്യം. ഈ കൂട്ടായ്മ വിട്ട് നീ പുറകോട്ട് പോകരുത്. ഞാൻ എൻ്റെ ശൈലി പറയാ, രക്ഷിക്കപ്പെട്ടതായതിന്റെ അടിസ്ഥാന പ്രമാണം. എന്നാൽ എൻ്റെ ശൈലി പറയാ, പെന്തിക്കോസ് വന്നതാണ് നിന്റെ ഭാഗ്യം. നീ ഒരു ബന്ധിക്കോസുകാരനായതൊരു വലിയ മഹാഭാഗ്യമാ. എന്നെ കേൾക്കുന്ന സഹപഠന്മാരോട് പറയട്ടെ, ഈ ശുശ്രൂഷ ചെയ്യുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. യാതൊരു യോഗ്യതയും ഇല്ലാതെ മെനക്കെട്ട് നടന്ന എന്നെയും നിങ്ങളെ യേശു രക്ഷിച്ച് മകനീയമായ ശുശ്രൂഷ ഏൽപ്പിച്ചു. അന്ത്യം വരെ വിശ്വസ്തയോടെ ഈ ശുശ്രൂഷ ചെയ്യണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാം. യേശുവേ, നിന്റെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, ഈ ദേശത്തെ രക്ഷിക്കണം, കൂട്ടായ്മക്കാരെ രക്ഷിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഓ ദൈവത്തിന് മകത്വം, ദൈവത്തിന് മകൻ. സ്റ്റേജിൽ നിൽക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റാട്ടെ. നിങ്ങളവിടെ ഇരുന്നാൽ മതി. ഒരു പാട്ട് പാടുക. എഴുന്നേറ്റ് പാടാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോകുമെന്ന് എനിക്കറിയാം. അത്യാവശ്യമുള്ളൊരു പൊക്കോ അപ്പോൾ എനിക്ക് കാണാമല്ലോ. നിന്നുകൊണ്ട് 2 ശീലം പാട്ട് പാടി നിങ്ങൾ കൈ അടിച്ച് പാടി നമുക്ക് ഇന്ന് രാത്രി പിരിയാം. ഒരു ദിവസത്തെ യോഗമായതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. നിങ്ങൾ സഹകരിച്ചതിന് ഈ നാട്ടിലുള്ളവർക്കും ഇവിടെ ഉള്ളവർക്കെല്ലാം നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പ മിനിറ്റുകൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. യേശു മാത്രമാണ് രക്ഷകൻ. ആമേൻ. എല്ലാവരും കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമൂറ്റാർ ഉടയവരും. കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമൂറ്റാർ. കൈയടിച്ച് ചേർന്ന് കൂടുവിട്ടു നീ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ വരുവീ ഈ നല്ല സമയം. മൈക്ക് കൂടെ ചേർന്ന് വരുവീ ഈ നല്ല സമയം. ചേർത്ത് പാടും. ഓ തീരാത്ത പാവവ്യാധികളും മാറാത്ത എല്ലാ ബലഹീനവും. ഓ തീരാത്ത പാവവ്യാധികളും ഓ ഘോര കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി നൽ അടിപ്പിണരാ വരുവീ ഈ നല്ല സമയം. വരുവീ ഈ നല്ല സമയം. ഓ സത്യഭജന കേട്ടു നീവാ നിത്യജീവൻ നിനക്കേകിടുമേ. സത്യഭജന നിത്യജീവൻ നിനക്കേകിടുമേ. നിന്റെയും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. വരുവീ ഈ നല്ല സമയം. കൈയടിച്ച് ചേർന്ന് ഓ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം. കൈയടിച്ച് ചേർന്ന് ഓ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം. നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഗ്ലോറി. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ജനമേ
യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഒരു 3 ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇരിക്കാം. ഈ ശുശ്രൂഷയിൽ സഹകരിച്ച ദൈവമക്കൾക്കും നാട്ടുകാർക്കും അയലത്തുള്ള പ്രിയപ്പെട്ടവർക്കും ഈ സ്ഥലം കൊടുത്ത പ്രിയപ്പെട്ടവർക്കും ആദരണീയ കർത്തൃദാസന്മാർക്കും വിശേഷിച്ച് ഈ വാദ്യോപകരണങ്ങൾ കൈകാര്യം നിങ്ങൾക്കും മോൻ നന്നായിരിക്കുന്നു. ദൈവം നിന്നെ